ചെയ്ത് കിൻഡൽ ഇടിയാണ്. ഒരു ഇടിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെപ്പയുടെ റേഞ്ച്, അദ്ദേഹം ഒരു സ്റ്റാർ മെറ്റീരിയൽ കേട്ടോ. ശരി, അങ്കമാലിക്കാരനായ ഒരു പയ്യൻ. ചെറുപ്പത്തിൽ അവൻ്റെ ആഗ്രഹം ഒരു വൈദികനാകണമെന്നായിരുന്നു. അങ്ങനെ 10ാം ക്ലാസ് കഴിഞ്ഞ് മൈസൂരുവിലെ സെമിനാരിയിൽ പഠിക്കാനായി പോകുന്നു. ഏകദേശം 9 മാസത്തോളം ആ പയ്യൻ സെമിനാരിയിൽ പോയി. 1 മാസം കൊണ്ട് തന്നെ അവന് മനസ്സിലായി തൻ്റെ വഴി ഇതല്ല. അവൻ കാര്യങ്ങളെല്ലാം തന്നെ തൻ്റെ അമ്മയോട് പറഞ്ഞു. വൈദിക മോഹം ചുരുങ്ങിയ കാലം കൊണ്ട് ഉപേക്ഷിച്ച് നേരെ എറണാകുളം മഹാരാജാസ് കോളേജിലേക്ക്. വിദ്യാഭ്യാസ കാലത്ത് തൻ്റെ യഥാർത്ഥ വഴി അവൻ തിരിച്ചറിഞ്ഞു. നടനാകണമെന്ന് ആഗ്രഹിച്ചാൽ മാത്രം പോരല്ലോ, അതിനായി അവൻ കഠിന പ്രയത്നവും തുടങ്ങി. കിട്ടാവുന്ന ഷോർട്ട് ഫിലിമിലെല്ലാം തന്നെ മുഖം കാണിച്ചു. പക്ഷേ അപ്പോഴും അവന് മുന്നിൽ സിനിമയുടെ വാതിൽ മാത്രം തുറന്നില്ല. അപ്പോഴാണ് സ്വന്തം നാട്ടിൽ ഓഡിഷൻ നടക്കുന്നുണ്ടെന്ന് കേട്ട് ഒരു ചെറിയ വേഷം പ്രതീക്ഷിച്ച് അതിൽ പങ്കെടുക്കുന്നത്. പക്ഷേ സംഭവിച്ചത് പ്രതീക്ഷിച്ചതിലും അപ്പുറമായിരുന്നു. തേടിയെത്തിയത് ആരും തന്നെ മോഹിക്കുന്ന നായക വേഷം. ആ സിനിമയ്ക്കൊപ്പം നായകനും ജയിച്ചു കയറി. ആ സിനിമയായിരുന്നു അങ്കമാലി ഡയറീസ്. നമ്മൾ പറഞ്ഞു വരുന്നത് വർഗീസിൻ്റെയും അൽഫോൺസോയുടെയും മകൻ ആൻ്റണി വർഗീസ്, പ്രേക്ഷകരുടെ സ്വന്തം പെപ്പെ. സിനിമ എന്ന സ്വപ്നം ഉള്ളിലിട്ട് ഒറ്റയ്ക്ക് വഴിവെട്ടി വന്ന ഒരു സാധാരണക്കാരൻ, അതാണ് ആൻ്റണി വർഗീസ് എന്ന പെപ്പെ. ഓട്ടോ തൊഴിലാളിയായ പിതാവിൻ്റെ മകൻ ജീവിതത്തിലെ പ്രാരാബ്ധവും കഷ്ടപ്പാടും നന്നായിട്ട് തന്നെ അറിഞ്ഞാണ് ജീവിച്ചത്. ദുരിതപൂർണമായ ജീവിതത്തിലും അവൻ്റെ സ്വപ്നത്തിന് താങ്ങും തണലുമായി വീട്ടുകാർ ഒപ്പം ഉണ്ടായിരുന്നു. അതുകൊണ്ടാകാം ആൻ്റണി വർഗീസിൽ നിന്നും സ്ക്രീനിലെ പെപ്പെ ആയപ്പോഴും തന്നിലെ സാധാരണക്കാരനെ അവന് കൈമോശം വന്നില്ല. പോർക്കും പെരുന്നാളും പൊടി പാർന്ന അടിയുമായി ജീവിതം ആഘോഷമാക്കിയ അങ്കമാലിയിലെ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ കഥ ലിജോ ജോസ് ബെല്ലിശ്ശേരി പറഞ്ഞപ്പോൾ ആ കഥയ്ക്കൊപ്പം ആൻ്റണി വർഗീസ് പെപ്പയും വളർന്നു കയറി. തൊട്ട് പിന്നാലെ ലിജോയുടെ ശിഷ്യനായ ടിനു പാപ്പച്ചനുമായി നായകനായി ആൻ്റണി വന്നു. ചിത്രത്തിൻ്റെ പേര് സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ. അങ്കമാലിയിൽ നിന്നും കോട്ടയത്തോട്ട് എത്തിയപ്പോഴേക്കും അഭിനേതാവെന്ന നിലയിൽ ആൻ്റണി വളരെയധികം പാകപ്പെട്ടു. പിന്നീട് വന്ന ലിജോയുടെ തന്നെ ജല്ലിക്കെട്ടിൽ അറവുകാരൻ ആൻ്റണിയായി പെപ്പെ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചു. 2021 ഡിസംബറിൽ പുറത്തിറങ്ങിയ ടിനു പാപ്പച്ചനുമായുള്ള 2ാമത്തെ ചിത്രം അജഗജാന്തരം പെപ്പയുടെ സ്റ്റാർഡം തന്നെ അങ്ങ് ഉയർത്തി മാറ്റി. അടിക്കടി ഇടിക്കിടി അതിന് പെപ്പെ തന്നെ വേണമെന്ന് പ്രേക്ഷകർ പറഞ്ഞു. പൂരപ്പറമ്പിൽ ആനയെ കുട്ടിയുള്ള പെപ്പയുടെ വെടിക്കെട്ട് തന്നെയായിരുന്നു അജഗജാന്തരം. ഒന്ന് പറഞ്ഞ് രണ്ടിന് തല്ലാണ് പെപ്പയുടെ ആനപ്പാപ്പൻ ലാലിയുടെ രീതി. അതിപ്പോൾ കല്യാണ പാർട്ടി ആയാലും പൂരമായാലും ലാലിയുടെ വക തല്ല് പതിവാണ്. ആ ഒരു തല്ലിലൂടെ തുടങ്ങി പിന്നീട് പൂരത്തല്ലാക്കി മാറ്റിയ പെപ്പയെ പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. അതിനാണല്ലോ ദൈവം നമുക്ക് 2 കൈയും 2 കാലം. കൈയും കാലം ഉണ്ട്, നീ എന്നെ ഇടിപ്പടത്തിലെ നായകൻ എന്ന ലേബൽ ഈ കാലയളവിൽ പെപ്പയുടെ മേൽ ചാർത്തപ്പെട്ടു. ഈ ഇമേജ് മാറ്റാൻ ശ്രമിച്ച ശ്രമങ്ങൾ പക്ഷേ എളുപ്പത്തിൽ ഫലം കണ്ടില്ല. പെപ്പെ വേറിട്ട വേഷത്തിലെത്തിയ ആനപ്പറമ്പിലെ വേൾഡ് കപ്പ്, ഓ മേരി ലൈല, പൂവൻ എന്നീ ചിത്രങ്ങൾ വന്നതിലും വേഗം തിയേറ്റർ വിട്ടുപോയി. പെപ്പയുടെ ഫേസ്ബുക്ക് പേജിലെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഇടിപ്പടവുമായി വാ വാ എന്ന് പല കുറി ആരാധകർ പറയാൻ തുടങ്ങി. പിന്നാലെ ആ പഴയ ഇടിയൻ പെപ്പയെ പ്രേക്ഷകർ കണ്ടു. ചിത്രം RDX. നീ വലിയ കരാട്ടക്കാരനല്ലേ, ഇപ്പടിക്കടാ. ആക്ഷൻ വെടിക്കെട്ടുമായി പെപ്പയും ഷെയ്നും നീരജും എത്തിയ ചിത്രം ബോക്സ് ഓഫീസ് തരംഗമായി മാറി. പെപ്പയുടെ കിൻഡലിടി കാണാൻ പ്രേക്ഷകർ തിയേറ്ററിലേക്ക് ഇടിച്ചു കയറി. ചൊറിയാൻ വന്നാലേ ഞാൻ നല്ല പൊളി വിളിക്കും. അതിപ്പോ ആരാണെങ്കിലും പഞ്ച് ചെയ്യുക, ബോക്സറെ പോലെ പഞ്ച് ചെയ്ത് കിൻഡൽ ഇടിയാണ്. ഒരു ഇടിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെപ്പയുടെ റേഞ്ച്, അദ്ദേഹം ഒരു സ്റ്റാർ മെറ്റീരിയൽ. ചിത്രത്തിലെ ഇമോഷണൽ പശ്ചാത്തലം
പെപ്പെ ഗംഭീരമായി തന്നെ ചെയ്തു. ഇനി പെപ്പയുടേതായി വരാൻ പോകുന്നത് മാർക്കോ പ്രൊഡ്യൂസർ ഷെരീഫ് മുഹമ്മദിനൊപ്പം കാട്ടാളൻ എന്ന ചിത്രമാണ്. ചിത്രത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൻ തരംഗമായി മാറിയതായി നമുക്ക് കാണാം. കാത്തിരിക്കാം പെപ്പയുടെ പുതിയ കിൻഡലിടിക്കായി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. രണ്ടരൊക്കെ അടിച്ചിട്ട് നൈസ് മൂടായിട്ട് ഇങ്ങനെ പോണല്ല അതിന്റെ ഇടിയിൽ വെച്ചാണല്ലോ കിണ്ടിലിടിയേക്കണം. അതിനാണല്ലോ ദൈവം നമുക്ക് രണ്ട് കൈയും രണ്ട് കാലം. കൈയും കാലും ഉണ്ടേ നീ എന്നെ ചെരക്കോ? നീ വലിയ കരാട്ടക്കാരനല്ലേ? ഇപ്പടിക്കടാ. എന്റെ മെക്കിട്ടേറി ചൊറിയാൻ വന്നാലേ ഞാൻ നല്ല പൊളി വിളിക്കും. അതിപ്പോ ആരാണെങ്കിലും. രണ്ടരൊക്കെ അടിച്ചിട്ട് നൈസ് മൂടായിട്ട് ഇങ്ങനെ പോണല്ല അതിന്റെ ഒരു ഇത്.